ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇപ്പോൾ രാത്രി വീട്ടിലിരുന്ന് ഒരു 9:30 ഒക്കെ ആയപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 10-16 കിലോമീറ്റർ അപ്പുറത്ത് മലയാറ്റൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നക്ഷത്ര കൂടാരം, അതായത് മറ്റേ നക്ഷത്രങ്ങളൊക്കെ ഇട്ട് അവരെ തടാകത്തിൻ്റെ അവിടെ നക്ഷത്ര തടാകം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് എല്ലാ കൊല്ലവും ഡിസംബറിൽ 24 പോകുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ന്യൂ ഇയറിൻ്റെ അന്ന് വരെ നമുക്ക് ഈ പരിപാടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫ്രീ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് കഴിഞ്ഞ വർഷം അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഡയറക്റ്റ് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡ് വഴി ആണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇപ്പോൾ അത് നോക്കി കാണാൻ പറ്റും. ഈ തടാകം ചുറ്റും നമുക്ക് ഫുള്ള് നക്ഷത്രങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇത് അടിപൊളി ഒരു സംഭവമാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. ഇപ്പോൾ ഇത് തുടങ്ങിയ പിന്നെ ഇവിടെ തുടങ്ങിയ കണ്ട് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ഒരുപാട് സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് സംഭവം, ഈ നക്ഷത്ര തടാകത്തിൻ്റെ സംഭവം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നിർത്തി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാവും. അവിടെ കാറും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ് ഈ സമയത്ത്. ഇപ്പോൾ നമ്മൾ ഈ ചെന്ന സമയത്തും ഈ റോഡിൽ ഇപ്പോൾ ഈ സൈഡിൽ തിരക്ക് കുറവാണെങ്കിലും അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കാണ്. ആ അറ്റത്ത് കാണുന്ന സ്ഥലത്താണ് മെയിനായിട്ടുള്ള അവരുടെ പരിപാടി നടക്കുന്നത്. അവിടെയാണ് തൊട്ടിയാട്ടം, പിള്ളേർക്ക് കളിക്കാനുള്ള പരിപാടി, കാര്യങ്ങൾ എല്ലാം അങ്ങനത്തെ എല്ലാ സെറ്റപ്പ് പരിപാടികളും അവിടെ ഉണ്ട്. മെയിനായിട്ട് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അതുകൂടാതെ തന്നെ അവിടെ അതിൻ്റെ സംഘാടകർ നടത്തുന്ന കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കൂടാതെ ഇവിടെ നമുക്ക് പപ്പാനീനെ കത്തിക്കുന്ന പരിപാടിയുണ്ട് 31 രാത്രി. അന്ന് 31 രാത്രിയൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും എന്തായാലും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വന്ന സമയത്ത് 7-8 മണി ആ സമയത്തൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് നിൽക്കാൻ പോലും സമയം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ വണ്ടി പുറകിൽ വന്ന് വണ്ടികൾ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയിട്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. എന്തായാലും സംഭവം എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മലയാറ്റൂർ നക്ഷത്ര തടാകം എന്ന് പറഞ്ഞത്. മലയാറ്റൂർ പള്ളിയുടെ താഴെയുള്ള ഒരു ചെറിയൊരു തടാകമാണ്. അവിടെ ലാസ്റ്റ് ഒരു 10 കൊല്ലമായിട്ട് ഈ പരിപാടി നടക്കുന്നുണ്ട്. പരിപാടി എല്ലാ കൊല്ലവും നല്ല ഉഷാറ് പരിപാടിയായിട്ടാണ് നടക്കുന്നത്. അന്യായം മൂന്നാണ് സ്ഥലം. എന്നാന്ന് പറഞ്ഞ അല്ലേ മോളെ ആദ്യമായിട്ട് കഴിക്കണമല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഇപ്പോൾ സമയം ഏകദേശം ഒരു 10-10:45 ആ സമയം ആയിട്ടുണ്ട്. അപ്പോഴും ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇവിടെ 11 മണിയിലും ഉള്ള പരിപാടി. 11 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സംഘാടകർ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ തൊട്ടിയാട്ടം അങ്ങനത്തെ ഐറ്റംസിലേക്ക് ആൾക്കാരുണ്ടെങ്കിലാണ് മാക്സിമം അവിടെ ആൾക്കാർ അതിനകത്തുണ്ടാവുന്ന പരിപാടികളുണ്ടാവുള്ളൂ. ബാക്കിയുള്ള അവർ ഉപയോഗിക്കുന്ന മറ്റേ നക്ഷത്രങ്ങളായാലും അതിൻ്റെ ഇതെല്ലാം ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഓഫ് ചെയ്യും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു 7 മണി 7:30-8 മണി ആ സമയമൊക്കെ നോക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇങ്ങനെ കളിക്കാനുള്ള കുറേ ഐറ്റംസ് കാര്യങ്ങൾ, പിന്നെ ഇങ്ങനത്തെ കാറ്, പിന്നെ തൊട്ടിയാട്ടം, പിന്നെ ചെറിയ പിള്ളേർക്ക് പറ്റിയ ചെറിയ കാറിൻ്റെ റൈഡ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും സമയം പോക്കാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഫുൾ അത്യാവശ്യം ആൾക്കാരെല്ലാവരും ഇവിടെ വരുന്നുണ്ട്. പുറം നാട്ടിൽ നിന്ന് ആൾക്കാരുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് വന്ന് കണ്ടു. ഒരു ചെറിയൊരു സ്നാക്സും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പയ്യെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നാളെ എല്ലാവർക്കും വർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരി.